പാകിസ്ഥാൻ തുർക്കിയിൽ കാണുമ്പോൾ ഇന്ത്യ അതങ്ങ് ഓസ്ട്രേലിയയിൽ കാണും. അതിർത്തി കടന്ന് വേലായുധനോട് തന്നെ വേലയിറക്കാൻ നോക്കുന്ന ശത്രുക്കൾക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ കൃത്യമായ മറുപടി തയ്യാറാവുകയാണ്. തുർക്കിയിൽ നിന്ന് അത്യാധുനിക സ്റ്റെൽത്ത് ഡ്രോണുകൾ വാങ്ങി ഇന്ത്യയെ ഞെട്ടിക്കാമെന്ന് കരുതിയ പാകിസ്ഥാന്റെ നെഞ്ചിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അടുത്ത വെള്ളടി വീഴ്ത്താൻ പോകുന്നത്. ശത്രുവിന്റെ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് ആകാശത്ത് വെച്ച് തന്നെ അവനെ വേട്ടയാടി നശിപ്പിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും മാരകമായിട്ടുള്ള MQ-28 ഗോസ്റ്റ് ബാറ്റ് യുദ്ധ ഡ്രോണുകൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു എന്ന അതിശക്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാനിലെയും തുർക്കിയുടെയും കൂട്ടുകെട്ടിന് ഇന്ത്യൻ പ്രതിരോധ നിര നൽകുന്ന ചെക്ക് മേറ്റ് ആണിത് എന്ന് തന്നെ പറയാം. ബോയിങ് ഓസ്ട്രേലിയ വികസിപ്പിച്ചെടുത്ത ഈ MQ-28 ഗോസ്റ്റ് ബാറ്റ് വെറും ഒരു ഡ്രോൺ അല്ല, ഒരു സുദർശന ചക്രം തന്നെയാണ് എന്ന് തന്നെ പറയാം. മനുഷ്യൻ നിയന്ത്രിക്കുന്ന യുദ്ധവിമാനങ്ങൾക്കൊപ്പം ഒരു വിശ്വസ്തനായിട്ടുള്ള വിങ്മാനായി അകമ്പടി സേവിച്ച് പറക്കാൻ രൂപകൽപ്പന ചെയ്ത അത്യാധുനിക പൈലറ്റ് ഇല്ലാ വിമാനമാണിത്. ഇതിന്റെ സവിശേഷതകൾ ഏത് ശത്രു രാജ്യത്തെയും ഭയപ്പെടുത്തുന്നതാണ്. വേഗതയും പരിധിയും നോക്കിയാൽ മണിക്കൂറിൽ മാക് 0.9 വേഗത്തിൽ 3700 കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ട്. ഇതിന് 40,000 അടിയിലധികം ഉയരത്തിൽ പറന്ന് ഇതിനെ ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. ഇതിനൊരു ഓട്ടോണമസ് കേപ്പബിലിറ്റി ഉണ്ട്, അതായത് ഒരു സമ്പൂർണ്ണ സ്വയം പര്യാപ്ത ശേഷി. പൂർണ്ണമായും റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കേണ്ടതില്ല. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ സ്വയം തീരുമാനങ്ങൾ എടുക്കാനും ശത്രുക്കളെ കണ്ടെത്താനും ഇവയ്ക്ക് സാധിക്കും. 2025 ഡിസംബറിൽ നടന്ന പരീക്ഷണങ്ങളിൽ ആകാശത്ത് വെച്ച് ശത്രുവിനെ സ്വയം നേരിടാനുള്ള ഇതിന്റെ കരുത്ത് തെളിയിക്കപ്പെട്ടതാണ്. ഇവൻ ഒരു അദൃശ്യനായ വേട്ടക്കാരൻ കൂടിയാണ്. ശത്രു റഡാറുകളിൽ പെടാതിരിക്കാനുള്ള സ്റ്റെൽത്ത് ഡിസൈനാണ് ഇതിൻ്റെത്. ആയുധങ്ങൾ വിമാനത്തിന് പുറത്തല്ല, ഉള്ളിലെ പ്രത്യേക അറകളിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൽ ഇടത്തരം ദൂര മിസൈലുകളും ഗൈഡഡ് ബോംബുകളും ഒക്കെ ഘടിപ്പിക്കാം. കൂടാതെ ശത്രുവിന്റെ ആശയവിനിമയം തകർക്കാൻ ഇലക്ട്രോണിക് ജാമറുകളും ഇതിലുണ്ട്. ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന ഇരകളുടെ നേരിയ ചലനം പോലും പിടിച്ചെടുത്ത് ക്ഷമയോടെ കാത്തിരുന്ന് വേട്ടയാടി ചോര കുടിക്കുന്ന ഒരു അപൂർവ മാംസഭോജി വവ്വാലിന്റെ പേരാണ് ഗോസ്റ്റ് ബാറ്റ്. അതേ സ്വഭാവമാണ് ഈ ഡ്രോണിനുമുള്ളത്. തുർക്കിയുടെ ബൈറാക്തർ കിസിൽ എൽമ സ്റ്റെൽത്ത് ഡ്രോണുകൾ സ്വന്തമാക്കി മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥ മാറ്റാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇന്ത്യയുടെ ഈ ഒരു മിന്നൽ നീക്കം ഇപ്പോൾ ഉണ്ടാകുന്നത്. പാകിസ്ഥാന്റെ കിസിൽ എൽമയേക്കാൾ എത്രയോ മുകളിലാണ് ഓസ്ട്രേലിയയുടെ ഗോസ്റ്റ് ബാറ്റിന്റെ കരുത്ത്. ഇന്ത്യയുടെ ഈ തന്ത്രപരമായിട്ടുള്ള നീക്കം പാക് വ്യോമസേനയുടെ തുർക്കിയിൽ നിന്ന് വാങ്ങുന്ന ഈ പുതിയ കിസിൽ എൽമ ഡ്രോണുകളുടെ പവർ ബട്ടൺ ഒന്ന് അമർത്താൻ പാകിസ്ഥാന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2026 മെയ് മാസത്തിൽ ക്യാൻബറയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ വ്യോമസേന തല ചർച്ചകളിൽ ഈ ഡ്രോൺ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ നടന്നു കഴിഞ്ഞു. എയർ വൈസ് മാർഷൽ സഞ്ജീവ് തലിയാൻ ഈ ഡ്രോണിന്റെ പ്രവർത്തനക്ഷമത നേരിട്ട് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഗോസ്റ്റ് ബാറ്റിന്റെ മുൻഭാഗം ആവശ്യാനുസരണം മാറ്റി നിരീക്ഷണം, ഇലക്ട്രോണിക് വാർഫെയർ, പ്രിസിഷൻ സ്ട്രൈക്ക് എന്നിവയ്ക്കായി സജ്ജമാക്കാം എന്ന വലിയ പ്രത്യേകത ഇന്ത്യയെ ഏറെ ആകർഷിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വിശ്വസ്ത യുദ്ധവിമാനമായിട്ടുള്ള റഷ്യയുടെ സുഖോയ് 30 MKI, വരാനിരിക്കുന്ന ഇന്ത്യയുടെ തദ്ദേശീയ 5ാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള AMCA എന്നിവയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും. അപകട സാധ്യതയേറിയ ദൗത്യങ്ങളിൽ ഇന്ത്യൻ പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കാതെ തന്നെ ഈ ഡ്രോണുകളെ മുന്നിലേക്ക് കടത്തിവിടാൻ സാധിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായിട്ടുള്ള നയതന്ത്ര പ്രതിരോധ നിലപാടുകൾ കാരണം ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയാണ്. തുർക്കിയെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ വ്യോമശേഷി കൂട്ടാൻ നോക്കിയ പാകിസ്ഥാന് ഓസ്ട്രേലിയൻ കരുത്തുറ്റ സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യ കൃത്യമായ ചെക്ക് വച്ചിരിക്കുകയാണ്. തുർക്കിയുടെ വാക്കും കേട്ട് പാകിസ്ഥാൻ ആവശ്യമില്ലാത്ത പരിപാടിക്ക് തുനിഞ്ഞാൽ ഇനി അവരെ വേട്ടയാടാൻ പോകുന്നത് ചോരക്കൊതിയന്മാരായ ഓസ്ട്രേലിയൻ പ്രേത വവ്വാലുകളുടെ ഒരു പടയായിരിക്കും. ന്യൂസ് ഡെസ്ക്.